അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ വീട് എടുത്തു കൊടുക്കുന്നത്. 8,000-ലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾക്കറിയാം. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, രേഖകളെ കുറിച്ചൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് ഇതിലും അങ്ങനെ ആശങ്കകളൊന്നും വഴിയില്ല. അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതി ദൈവാനുഗ്രഹത്താൽ അത് പൂർത്തീകരിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ തങ്ങളെ ഇങ്ങനെ അറുത്തു മുറിച്ചൊന്നും സംസാരിക്കില്ല തങ്ങളെ. അവർക്ക് വലിയ വിഷമാവൂലേ? ലീഗിന്റെ ഈ പുനരധിവാസ പദ്ധതി അതെങ്ങനെങ്കിലും മുടങ്ങിക്കാണണം, അതെങ്ങനെങ്കിലും ഇല്ലാതെയാവണം, അതിലെന്തെങ്കിലും നിയമവശമായ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഇവർ കുറേ ആയിട്ട് ആലോചിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പിണറായി വിജയന്റെ ബിനാമി ഇടപാട് കമ്പനി ആയിട്ടുള്ള പിണറായി വിജയൻ ബിനാമി ആയിട്ടുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ യഥാർത്ഥ മുതലാളി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അതിൻ്റെ ബിനാമികൾ മറ്റു പലരുമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ഈ എല്ലാം കൂടി ഊരാളുങ്കലിന്റെ അണ്ണാക്കിൽ തള്ളാൻ കഴിയാത്തതിൻ്റെ വലിയ വിഷമത്തിലാണ് പിണറായി വിജയനും സഖാക്കളും ഉള്ളത്. കാരണം ഊരാളുങ്കൽ കഴിഞ്ഞ ദിവസം അവിടെ ഒരു മാതൃകാ ഭവനം നിർമ്മിച്ച് എല്ലാവരും കാഴ്ചയിൽ കണ്ടല്ലോ. മാധ്യമങ്ങളെല്ലാം പോയി അത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെല്ലാവരും കാണിച്ചു തന്നല്ലോ. 30 ലക്ഷം രൂപയാണ് അതിന് ചെലവ്. 30 ലക്ഷം രൂപയ്ക്ക് ഒരു തീപ്പെട്ടിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന് 30 ലക്ഷം രൂപയാണ് ചെലവെന്ന് പറഞ്ഞ ഊരാളുങ്കലിന്റെ അണ്ണാക്കിലേക്ക് ആ മാതൃകാ ഭവനം കണ്ടിട്ട് നമ്മുടെ കേരളത്തിലുള്ള എത്രയധികം കഴിവുള്ള യുവ ആർക്കിടെക്റ്റുകളാണ് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സോഷ്യൽ മീഡിയകളിൽ ഒന്ന് എടുത്തു നോക്കൂ. ഈ ഒരു വീട് നിർമ്മിക്കാൻ 9 ലക്ഷത്തിന്റെ മുകളിലേക്ക് ചെലവ് വരില്ലെന്ന് എത്ര ആർക്കിടെക്റ്റുകൾ നമ്മളെ സാക്ഷ്യപ്പെടുത്തി. അപ്പോ ഈ 30 ലക്ഷത്തിൽ 9 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി വരുന്ന 21 ലക്ഷം എന്ന് പറയുന്നത് അത് ഊരാളുങ്കലിന്റെ അണ്ണാക്കിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ലീഗ് ഇതിലും മെച്ചപ്പെട്ട വീട്, അതിലും ഒരുപാട് സൗകര്യങ്ങളും എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ള ഒരു വീട്, അതും വീട് പണിയാണെങ്കിൽ തറക്കല്ലിട്ട് ദിവസങ്ങൾ കൊണ്ട് തകൃതിയായി സൈമൾട്ടേനിയസ്ലി പല ഭവനങ്ങൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അത് സഖാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ്. ഇന്നിപ്പോൾ നമ്മൾ കേട്ട ഒരു വാർത്തയാണിത്. എന്താണ്? മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തുന്ന പുനരധിവാസ പദ്ധതി ആ വീട് നിർമ്മാണത്തിനെതിരെ മുസ്ലിം ലീഗിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആര്? മേപ്പാടി പഞ്ചായത്ത്. മേപ്പാടി പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? സഖാക്കളാണ് ഭരിക്കുന്നത്. ഇത് ഇപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ആ സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഇത് നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ നോക്കി. ആ നിയമപ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴ് മേപ്പാടി പഞ്ചായത്ത്, സഖാക്കൾ ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്ത്, അവിടുത്തെ ഭരണസമിതി എന്തിരിക്കുന്നു? ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു മുസ്ലിം ലീഗിന്. നിങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനുള്ള അനുമതി പത്രം അത് വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് നിങ്ങൾ ഉടനടി നിങ്ങളെ കയ്യിലുള്ള ബാക്കിയുള്ള ക്യാഷ് എല്ലാം കൊണ്ടുപോയിട്ട് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോഴാണ് അത് ഒറ്റക്ക് വിഴുങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ചേലക്കാണ്ട് പോടാ അവിടുന്ന്, അവിടെ തണ്ടി നിൽക്ക് നായ്ക്കളെ. പാവങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ഒരു ജീവിതം കൊണ്ട് ഒരു ആയുസ് കൊണ്ട് കെട്ടിപ്പടുത്ത വീടും കുടുംബവും ഭൂമിയും ഉണ്ടായതൊക്കെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതം ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു രാത്രി കൊണ്ട് ഒരു നേരം വെളുത്തപ്പോഴേക്ക് ജീവിതം മാറി മറിഞ്ഞവർ എല്ലാം കൊണ്ടും കഷ്ടപ്പെട്ട് അവസാനം ഒരു അഭയം എന്ന രീതിയിലും ഒരു ഹോപ്പ് എന്ന രീതിയിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇവർക്ക് ആകെ ഉണ്ടായ അവസാനത്തെ ഒരു കൈത്താങ്ങായിരുന്നു മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് വളരെ ആധുനികമായ രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂട്ടി തീപ്പെട്ടിക്കൂടല്ല ഉണ്ടാക്കുന്നത്, യഥാർത്ഥ വീടുണ്ടാക്കി അത് ആ വീട്ടിൽ കയറി കിടക്കുന്നതിന് പോലും എൻ്റെ വീട് ഇതാണെന്ന് കാണുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് വന്നിട്ട് തടസ്സം നിൽക്കുന്ന നായ്ക്കളെ, അങ്ങനെ മാറി നിൽക്കണ നായ്ക്കളെ, ചേറ്റകൾ ഇറങ്ങിയേക്കാണ്. ഒരു പണിയുമില്ല. ഇപ്പോ ഈ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വായിൽ വരുന്നത് വേറെ പല വാക്കുകളോ
പലപ്പോഴും നമ്മളൊന്ന് ആത്മസംയമനം പാലിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലീഗ് ഈ പ്രവർത്തികൾ, ഈ ഒരു ഭവന പദ്ധതി, ഈ ടൗൺഷിപ്പ്, ലീഗിന്റെ പേരിൽ ഉയർന്നു വരുന്ന ഈ ടൗൺഷിപ്പ് അതൊരിക്കലും പൂർത്തിയാവരുത് എന്ന് ഈ നായ്ക്കൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. മുണ്ടക്കൈക്കാരും ചൂരൽമലക്കാരും നരകിച്ച് ഒരു ഗതിയുമില്ലാതെ പരഗതിയുമില്ലാതെ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നത് ഇവർക്ക് കാണണം. എന്നിട്ട് ഇവരുടെ മുന്നിൽ ഇവർ കൊടുക്കുന്ന ആ ഒരു സഹായങ്ങൾക്ക് കൈ നീട്ടണം, എരക്കണം. അത് മാസം കറക്റ്റ് സമയത്തിന് കൊടുക്കുക പോലും ചെയ്യാതെ ഈ പാവങ്ങളെ ഇങ്ങനെ പിച്ചക്കാരാക്കി കാണാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ ഈ ഭവന പദ്ധതിക്ക് മുടക്കമുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കണം സഖാക്കളെ. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്ന ഈ ഭവന പദ്ധതി, ഈ ടൗൺഷിപ്പ്, അതിനുവേണ്ടി കേരളത്തിലെ സഖാക്കൾ നയാ പൈസ ചെലവഴിച്ചിട്ടില്ല. എന്നാൽ ആ CMDRFിലേക്ക് സഖാക്കളല്ലാത്ത കേരളത്തിലെ 10,000-കണക്കിന് മനുഷ്യർ ഒരാഴ്ച കൊണ്ട് സ്വരൂപിച്ച് കൊടുത്തതാ 700 ചില്ലറ കോടി രൂപ. ആ 700 ചില്ലറ കോടി രൂപയിൽ ഇന്ന് വരെ നിങ്ങൾക്കൊരു അവിടെ ഒരു ടൗൺഷിപ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു തീപ്പെട്ടിക്കൂട് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ചർച്ചയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നിങ്ങളുടെ ഭവന പദ്ധതിയുടെ പ്ലാനുകൾ മാറ്റുന്നു. കാരണം ലീഗ് അതിനും നല്ലത് മെച്ചപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനേക്കാൾ മികച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ചോ? നിങ്ങൾ ഊരാളുങ്കലിന്റെ അണ്ണാക്കിലേക്ക് ലീഗിന് അങ്ങനെ തള്ളിത്തരാൻ മനസ്സില്ല എന്ന് മാത്രമല്ല, നിയമമല്ല, നിയമത്തിന്റെ അപ്പുറം പഠിച്ചവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിയമങ്ങളൊക്കെ ഞങ്ങൾക്കും വശമുണ്ട്. നിങ്ങൾ പറയുന്ന നിയമ തടസ്സങ്ങളെയെല്ലാം ഇതിങ്ങനെ അങ്ങോട്ട് തട്ടി മാറ്റി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇനി അതിനിടയിൽ വല്ലവരും വന്ന് ഇടങ്കോലിടാനോ ഇത് മുടക്കാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി ചിന്തിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലായില്ലേ? തങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞങ്ങൾ കേരളത്തിലുള്ള ലീഗിൻ്റെ കുട്ടികളെ അങ്ങോട്ട് ഇറങ്ങും. എവിടേക്ക് ഇറങ്ങും? ഞങ്ങൾ അങ്ങോട്ട് തെരുവിലേക്ക് ഇറങ്ങും. മാത്രമല്ല, മുണ്ടക്കയിൽ ഞങ്ങൾ അവിടെ ഒരു മതിൽ ഞങ്ങൾ അങ്ങോട്ട് കെട്ടും. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഞങ്ങളെ നെഞ്ചത്ത് ചവിട്ടിയില്ലല്ലാണ്ട് നിങ്ങൾ കയറലുണ്ടാവില്ല. മനസ്സിലായില്ല സഖാക്കളെ? അതുകൊണ്ട് ഇമാതിരി നിങ്ങൾക്കെല്ലാം പോയി തൂങ്ങിച്ചത്തൂടോ. ഇതിലും നല്ലത് ഉളുപ്പുണ്ടോ നറികെട്ട നാറികളെ. ഒരു പാവപ്പെട്ട ഒരു ജനസമൂഹത്തിന് എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന് കയറിക്കെടുക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ വല്ല നിയമ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് സർക്കാർ എന്ന രീതിയിൽ, ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ആ നിയമപ്രശ്നങ്ങളെ തുടച്ചു മാറ്റുന്നതിന് മുന്നിൽ നിൽക്കുന്നതിന് പകരം ഇല്ലാത്ത നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ പദ്ധതി അട്ടിമറിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹമാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പലതും ആലോചിച്ച് തീരുമാനിച്ച് മുന്നിട്ടിറങ്ങേണ്ട സാഹചര്യം, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കരുത്. ഇത് പറയാതെ പോയിക്കൂടാ. പലപ്പോഴായിട്ട് നിങ്ങൾ ചെയ്യുന്ന നെറികേടുകൾ, തെമ്മാടിത്തരങ്ങൾ, ആ പാവങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഒരിക്കലും ലീഗ് അവിടെ വീട് കെട്ടിക്കൊടുക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. എന്തേ? കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പിണറായി വിജയന്റെ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അയാൾ തൂങ്ങിച്ചേരുന്നില്ലേ നല്ലത്. പിന്നെ കാരണം അയാൾ 760 കോടി 730 കോടി രൂപയോളം ജനങ്ങൾ കൊടുത്തിട്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ അവിടെ ഇല്ല എന്ന് മാത്രമല്ല, അത് വകമാറ്റി ചെലവഴിക്കുകയും ചെയ്തു. അവിടെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനും കഴിയുന്നില്ല. ഒരു മാതൃകാ ഭവനം ഉണ്ടാക്കിയതാണെങ്കിലോ അത് തീപ്പെട്ടിക്കൂട് പോലത്തെ ഒരു സാധനം. അതിൽ കയറി കിടക്കാൻ വരുന്നവനിക്ക് അത് കണ്ടാലെങ്കിലും ഒന്ന് സന്തോഷമാകുമോ? ആകൂടോ? അവിടെ മനസ്സറിഞ്ഞ് കൊടുക്കണോടോ. അതിന് നിങ്ങൾക്ക് എവിടെ കൊടുത്തിട്ട് ശീലമല്ലേ? നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ വെട്ടിത്തീർത്ത് താഴെ ഇട്ടിട്ടല്ലേ ശീലമുള്ളൂ. എന്തൊക്കെ ഈ നാട്ടിൽ നന്മകളുണ്ടോ അതൊക്കെ മുടക്കിയ ശീലമല്ലേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഒരാവർത്തി കൂടി പറയുകയാണ്,
നിയമങ്ങളൊക്കെ പഠിച്ചവരും അത് കലക്കി കുടിച്ചവരും ഇതിനെയൊക്കെ എങ്ങനെ നേരിടണമെന്ന് അറിയുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട തങ്ങള് ഒരു വാക്ക് ഒന്ന് മൂളിയാൽ മതി, അദ്ദേഹം തുറന്ന് പറയേണ്ട, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. നിങ്ങൾ നവോത്ഥാന മതിൽ കെട്ടിയ പോലെ ആയിരിക്കില്ല. ഈ പറയുന്ന പ്രദേശത്ത് ഞങ്ങളൊരു മതിലുണ്ടാക്കും. ആ മതിലിനകത്തേക്ക് ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും പിന്നെ അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഞങ്ങളെ നെഞ്ചത്ത് അപ്പൊ ഞങ്ങളെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് വേണ്ടി വരും നിങ്ങൾക്ക് അതിനുള്ളിലേക്ക് കടക്കാൻ. അപ്പോൾ കൂടുതൽ നിങ്ങൾ ഞങ്ങളെ തെരുവിലിറക്കാനുള്ള കൂടുതൽ പണികൾ നിങ്ങൾ എടുക്കണ്ട. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നന്മയുള്ളതാവില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ നല്ലത്.